ഇപ്പോൾ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. യുവ സംവിധായകരുടെ കയ്യിൽ നിന്ന് ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ അതിൽ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. സമീർ താഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. 7 വർഷം മുമ്പാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തത് എന്നാണ് സമീർ താഹിർ പറയുന്നത്. ഖാലിദ് റഹ്മാൻ, അഷറഫ് ഹംസ എന്നിവർ ലഹരി എത്തിച്ചത് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് സമീർ താഹിറിന്റെ മൊഴി. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഈ ലഹരി ഉപയോഗിക്കാൻ സ്ഥലം നൽകുക അല്ലെങ്കിൽ സ്ഥലമൊരുക്കി കൊടുക്കുക എന്നതൊക്കെ കുറ്റകരമാണ് എന്നിരിക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമീർ താഹിറിനോട് വിവരങ്ങൾ തേടാൻ, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു, വിട്ടയച്ചിരിക്കുന്നു. വിവരങ്ങൾ YS അഭിനന്ദ്. റീജിസ്റ്റർ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു കൊച്ചിയിലെ കച്ചേരിപ്പടിയിലെ എക്സൈസ് റേഞ്ച് സോണൽ ഓഫീസിലേക്ക് ഇത്തരത്തിലേക്ക് സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയത്. ഈ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർ ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം എക്സൈസിന്റെ പിടിയിലായത്. ലഹരി ഉപയോഗിക്കാൻ ഇടം നൽകി എന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലേക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് എക്സൈസ് തീരുമാനിച്ച നോട്ടീസ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാനായി നേരിട്ടെത്താനായിരുന്നു നിർദ്ദേശിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. അദ്ദേഹം എക്സൈസിനോട് ഇപ്രകാരമാണ് മൊഴി നൽകിയിരിക്കുന്നത്. അഷ്റഫ് ഹംസ മാത്രമായിരുന്നു രാവിലെ 7 മണിയോടുകൂടി ഫ്ളാറ്റിലെത്തിയത്. പിന്നീടാണ് ഖാലിദ് റഹ്മാൻ അവിടേക്ക് എത്തുന്നത്. ഇവർ ലഹരി കയ്യിൽ കരുതിയതായി തനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ എക്സൈസ് സമീർ താഹിർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയും ചോദ്യം ചെയ്യലുണ്ടാകും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം തന്നെ എക്സൈസ് നടത്തുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് അങ്ങനെ തന്നെ പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ സമീർ താഹിർ ഏത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. ഏതാണ്ട് 2 മണിക്കൂറോളം സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. NDPS 25 ആക്ട് പ്രകാരം ലഹരി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാൻ ഇടം സജ്ജീകരിച്ച് കൊടുത്തു എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റീജിത്ത്, അഭിനന്ദ്, ഈ ഖാലിദ് റഹ്മാനും അഷറഫ് ഹംസയും ഫ്ളാറ്റിൽ ലഹരി എത്തിച്ച് താൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സമീർ താഹിറിൻ്റെ മൊഴി. അത് വിശ്വാസത്തിലെടുക്കുന്നില്ല എക്സൈസ് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സ്വാഭാവികമായും അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക. ഈ കഞ്ചാവ് എത്തിയത് എവിടെ നിന്ന്, അതിൻ്റെ വേരെവിടെ, അതിൻ്റെ കണ്ണികൾ ആരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു എക്സൈസ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിൽ ഏത് ഘട്ടം വരെ മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദ്? റീജിയത്തെ എക്സൈസ് നൽകുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. ഇനി എന്തായാലും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് ഈ കാര്യം വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഖാലിദ് റഹ്മാനുമായിട്ട് തനിക്ക് ബന്ധമില്ല, അഷ്റഫ് ഹംസയുമായിട്ടാണ് നേരിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ട് അഷ്റഫ് ഹംസയായിരുന്നു ഫ്ളാറ്റിലേക്ക് ആദ്യം എത്തിയത്. ആദ്യം ഏതാണ്ട് 7 മണിയോടുകൂടി രാവിലേക്ക് എത്തുന്നു. പിന്നീടാണ് ഇത്തരത്തിലേക്ക് കഞ്ചാവ് ഉപയോഗത്തിനാണ് അവിടെ എത്തിയെന്ന് പോലും തനിക്ക് അറിയുന്നത്. പക്ഷേ കഞ്ചാവ് എങ്ങനെ തന്നെ കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്ന രീതിയിലുള്ള മൊഴിയാണ് ഇപ്പോൾ സമീർ താഹിർ എക്സൈസിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് എക്സൈസ് വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ലഹരി ഉപയോഗിക്കാനായിട്ടുള്ള ഇടം സജ്ജീകരിച്ചു പൂർവ്വ ഗ്രാൻഡ് ബേ ഹോട്ടലിൽ നിന്നാണ് ഇത്തരത്തിലേക്ക് പിടിയിലാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് മൊഴി വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് എക്സൈസ് കമ്മീഷണറുടെ പ്രതികരണം അല്പസമയത്തിനും തന്നെ എത്തും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ അല്പസമയത്തിനും തന്നെ എത്തുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.